ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സെൻറ്ററിൽ ബോക്സ് പ്ലീറ്റ് വരുന്ന ഇപ്പോഴത്തെ മോഡൽ കുർത്തിയാണ് കാണിക്കാൻ പോണത്. ഞാൻ ഫുള്ള് കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല, കട്ടിങ്ങും കാണിക്കുന്നില്ല. കുർത്തിയുടെയൊക്കെ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആവും. ഞാൻ ഈ ബോക്സ് പ്ലീറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് മാത്രം കാണിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇത് ജോർജറ്റിൻ്റെ ഒരു ബൂട്ട വരുന്ന വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഞാൻ ബാക്ക് ഭാഗം ആദ്യം കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് അത് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ ഇട്ടിട്ട് നമ്മൾ നീക്കി ബാക്ക് പാർട്ട് വെച്ചിട്ട് വേണം അത് വെട്ടണമെങ്കിൽ. ഞാൻ 4 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 4 ഇഞ്ച് കുറച്ച് വിട്ടിട്ട് അതിൻ്റെ അപ്പുറം നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ട് വെട്ടാം. അപ്പോൾ ആ സെൻറ്ററിൽ കുറച്ച് 4 ഇഞ്ചോളം സ്ഥലം വരുമല്ലോ, അതിൽ നമ്മൾ 12 ഇഞ്ചോ 12 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ലെങ്ത്ത്. പലരും പല അളവാണ് എടുക്കുക, മുകളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത്. ഞാനൊരു 12 ഇഞ്ച് ലെങ്ത്ത് എടുത്തു. എന്നിട്ട് അതൊരു ബോക്സ് പോലെ ഈ 4 ഇഞ്ചും ഈ 12 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചു. എന്നിട്ട് അതിങ്ങനെ 4 ഇഞ്ച് എടുത്തോടുത്ത് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് അടിയിലേക്ക് കൊണ്ട് നിർത്താം. 12 ഇഞ്ചിൻ്റെ അവിടേക്ക് കൊണ്ട് നിർത്താം. ഫ്രണ്ട് പാർട്ടിൻ്റെ കേട്ടോ, പൊട്ട വശത്ത് തുണിയുടെ ചീത്ത വശത്ത് ഇങ്ങനെ തയ്ച്ചെടുക്കുക. എത്ര ലെങ്ത്താണോ നമ്മൾ എടുക്കുന്നത്, എത്ര വിടുത്താണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, 2 പ്രാവശ്യം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിങ്ങനെ ഒലിച്ച് പോണ തുണിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇപ്പുറത്തും അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ 4 ഇഞ്ച് നീക്കി സെൻറ്ററിൽ അടിച്ചു കൊടുത്തിൻ്റെ ഇപ്പുറത്തും ഏറ്റവും അറ്റത്തും ഒരു സ്റ്റിച്ച് കൊടുക്കണം, സെൻറ്റർ അറിയാൻ വേണ്ടി മാത്രം. അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അയച്ച് കളയാം ഇങ്ങനെ. ഇനി അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നടുക്കിലൊരു സ്റ്റിച്ച് കൊടുത്തത്, അത് നമുക്ക് ഇങ്ങനെ അയച്ച് കളയാം. എന്നിട്ട് ഇത് നല്ല പൊട്ടപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ച് എടുത്ത തയ്ച്ച ഭാഗം ഇങ്ങനെ മടക്കി വയ്ക്കുക. ബോക്സ് പ്ലീറ്റ് എടുക്കണമെന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. കറക്റ്റായിട്ട് സെൻറ്റർ നോക്കിയിട്ട് വേണം ഇങ്ങനെ വെക്കാനായിട്ട്. വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. നല്ല കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതിങ്ങനെ ഒലിച്ച് പോണ തുണിയായ കാരണം നമ്മളത് സ്റ്റിച്ച് കൊടുക്കണം മുകളിൽ. എന്നിട്ടിത് അടി വരെ ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുക്കണം. ഈ ബോക്സ് പ്ലീറ്റിന് പൊട്ടവശത്ത് ഇങ്ങനെ അയൺ ചെയ്ത് എടുക്കുക. എന്നിട്ട് അതുമായാണ് നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്തുക. ഞാനതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, ബോക്സ് പ്ലീറ്റ് എടുത്തത്. ഇത് വെള്ള തുണിയായ കാരണമാണ് കുറച്ചൊക്കെ അറിയാനായിട്ട് ബുദ്ധിമുട്ട്. ഇനി അത് അയൺ ചെയ്തെടുത്തിട്ട് നമ്മളതിൻ്റെ നല്ല ഭാഗം എടുക്കുക. നല്ല ഭാഗത്തേക്ക് മറിച്ചിടുമ്പോൾ അതിങ്ങനെ വരും. ആ 12 ഇഞ്ച് നമ്മൾ ഇറക്കം എടുത്തോടത്തു തൊട്ട് അതൊരു പ്ലീറ്റായിട്ട് വരും 2 സൈഡിലേക്ക്. അപ്പുറ സൈഡിലാണ് നമ്മൾ മറിച്ചടിച്ചേക്കുന്നത്. ഫ്രണ്ട് നല്ല ഭാഗത്ത് വരുമ്പോൾ ഇതൊരു പ്ലീറ്റ് പോലെ വരും. നമ്മൾ എത്ര കൂട്ടിയെടുക്കുന്ന 2 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അധികം അങ്ങനെ പ്ലീറ്റായിട്ട് തോന്നില്ല നമുക്ക്. ഫ്രണ്ടിൽ 4 ഇഞ്ച് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു പ്ലീറ്റായിട്ട് തോന്നും. എന്നിട്ട് പിന്നെ നമ്മളിതിൽ നെക്ക് അടയാളപ്പെടുത്തുക. സാധാ ചുരിദാർ തയ്ക്കണമെന്ന് തന്നെ പിന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. പിന്നെ ഇത് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടിട്ട് ഇത് അയൺ ചെയ്തെടുക്കണം കേട്ടോ. ആ ഞൊറി ശരിക്കാക്കിയിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിൻ്റെ നെക്കൊക്കെ അടയാളപ്പെടുത്തി നെക്ക് തയ്ക്കുക. സാധാ ചുരിദാർ തയ്ക്കണമെന്ന് തന്നെ പിന്നൊക്കെ തയ്ച്ചെടുക്കുക. സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.